ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടേണ്ടതുണ്ടോ? ഭയപ്പെടേണ്ടതുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പല ഭാഗത്തും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഹിന്ദുമതത്തെ വിമർശിക്കാനും ഇപ്പോൾ ഭയപ്പെടണം. ഇപ്പോൾ 1988 സൽമാൻ റഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് വന്നത്. 89 ആയത്തുല്ലാ ഖൊമേനി അദ്ദേഹത്തിന് മരണം വിധിച്ചു. ഇതുപോലെ ബംഗ്ലാദേശിലെ എഴുത്തുകാരി തസ്ലിമ നസ്രി അവർ ലജ്ജ എന്നൊരു നോവൽ എഴുതി 93. അതിൻ്റെ പുറത്ത് അവർക്ക് മരണം വിധിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാമിനെ വിമർശിച്ച എൻ്റെ സുഹൃത്ത് ചേങ്ങന്നൂർ മൗലവി ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനെ വിമർശിക്കാൻ പേടിക്കണം എന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയമില്ല. ഇപ്പോൾ അവർക്ക് ക്ഷോഭം വന്നപ്പോൾ ഒരു ചോദ്യക്കടലാസിൻ്റെ പേരിലാണ് നമ്മുടെ ജോസഫ് മാഷിനെ കൈവെട്ടിയത്. അത് പേടിക്കണം എന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ വാക്ക് അതിനോട് എന്താണ് സമീപനം? ആ വാക്ക് അത് വളരെ സങ്കീർണമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഫോബിയ എന്ന് പറഞ്ഞാൽ യാതൊരു യുക്തിയും കാര്യകാരണ ബന്ധവുമില്ലാതെ നിങ്ങൾക്കൊന്നിനോട് തോന്നുന്ന ഒരു വിരോധ ഭ്രാന്താണത്. യുക്തിയൊന്നുമില്ല അതിന്. അപ്പോൾ ഇസ്ലാമിനെ പേടിയാണ് എന്നുള്ളതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇപ്പോൾ യുക്തിയുക്തമായി ഒരു കാര്യത്തെ വിമർശിക്കുന്നതിനെ ഇസ്ലാമോഫോബിയ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ജാതിയെ വിമർശിക്കുന്നു, അത് ഹിന്ദു ഫോബിയ എന്നാരും പറയൂ, പറഞ്ഞാൽ നടക്കൂ ഇല്ലല്ലോ. ഇതുപോലെ ഇപ്പോൾ ക്രിസ്തു മതത്തിലോ സിഖ് മതത്തിലോ യഹൂദ മതത്തിലോ ഒക്കെ യാതൊരു യുക്തിയും ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം യഹൂദന്മാർക്ക് വാഗ്ദാനം ചെയ്തതാണ്, അത് അവരുടെ വാഗ്ദത്ത ഭൂമിയാണ് എന്ന് പറയുന്നത് ഹിസ്റ്ററി അല്ല, സ്റ്റോറിയാണ്. ഏതുമാതിരി പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തത്, അത് നമ്പൂരിമാർക്ക് കൊടുത്താണ് എന്ന് പറയുന്നത് ഹിസ്റ്ററി അല്ല, സ്റ്റോറിയാണ്, കഥയാണ്, ചരിത്രമല്ല. അപ്പോൾ കഥയൊക്കെ ചരിത്രമായിട്ടും ചരിത്രമൊക്കെ കഥയായിട്ടും മാറ്റുന്ന ഒരു പരിപാടി പൊതുവെ എല്ലാ മതക്കാർക്കും ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇസ്ലാമിനോട് അസൂയ കൊണ്ട് ഇപ്പോൾ അവർക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ കോടിക്കണക്കിന് രൂപ അവർക്ക് പെട്ടെന്ന് കാര്യമായ ഒരു അന്യായം അക്രമം കാണിക്കാതെ ഉണ്ടായതാണ്. അവരുടെ മണ്ണിൻ്റെ അടിയിൽ മരുഭൂമിയുടെ അടിയിൽ പെട്രോൾ ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, എല്ലാ ഭാഗ്യത്തിൻ്റെയും പിറകിൽ ഒരു കുറ്റകൃത്യമുണ്ട് എന്ന്. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം. അങ്ങനെ ക്രൈമില്ല ഈ ഫോർച്യൂണിൽ, ഈ ഭാഗ്യത്തിൽ അതില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, അതിൻ്റെ നേരെ അസൂയുണ്ട്. അപ്പോൾ ഈ അസൂയ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ അസൂയയാണ് ഒരു കാരണം. സാമ്പത്തികമായ മെച്ചപ്പെടുമുണ്ടാവുന്ന അസൂയ അത് മറ്റൊരോട് ബാക്കിയുള്ളവർക്കും ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോയിട്ട് കാശുണ്ടാക്കി വലിയ വീടും ബംഗ്ലാവും കാറും ഷോപ്പിംഗ് മാളും ഒക്കെ അത് നടക്കുന്ന ക്രിസ്ത്യാനികളോട് മറ്റുള്ളവർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കാര്യകാരണ ബന്ധത്തോടു കൂടി ഒരു മത വ്യവസ്ഥയെ വിമർശിക്കുന്നതിനെ നിങ്ങൾക്ക് ഫോബിയ എന്ന് പറയാൻ പറ്റില്ല. ഫോബിയ എന്നുള്ള വാക്കിന് എതിരാണത്. ഉദാഹരണം പറയാം. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ബഹുഭാര്യത്തുണ്ട്, മറ്റുള്ളവരുടെ ഇടയ്ക്കില്ല ഉണ്ട്. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അത് അവർ ചെയ്യുമ്പോഴും അത് നിയമവിധേയമാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് അത് നിയമവിധേയമാണ്. ഇപ്പോൾ വേറെ ഒരു കല്യാണം കഴിച്ചാൽ ഭർത്താവിനെതിരായിട്ട് ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം, അവർക്ക് ആ വകയിൽ വിവാഹമോചനം കിട്ടും, ഭർത്താവിന് പിഴയോ തടവോ രണ്ടും കൂടിയോ കിട്ടും. മുസ്ലിമിന് ആ പ്രശ്നമില്ല, കാരണം അയാളുടെ ശരീഅത്തിൽ ഇത് അനുവദനീയാണ്. കാരണം മുസ്ലിം പേഴ്സണൽ ലോ 1939 മുസ്ലിം പേഴ്സണൽ ആക്ട് അനുസരിച്ച് അയാൾക്കത് പിന്തുടരാം. എല്ലാ മുസ്ലിങ്ങളും 4 കിട്ടുന്നില്ല, അപൂർവമാണ് കിട്ടുന്നത്. പക്ഷെ അവരെന്നെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ വിമർശിക്കും, അത് ഇസ്ലാമോഫോബിയ ഉണ്ടാന്ന് പറയും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ചെയ്തതെന്താ? മുസ്ലിങ്ങൾക്ക് വിസ കൊടുക്കാൻ നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ സെക്രട്ടറിമാരും ബാക്കിയുള്ളവരും ഞാൻ നിൽക്കില്ല, കോടതി തള്ളിപ്പോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? 7 രാഷ്ട്രങ്ങൾക്ക് വിസ കൊടുക്കൂല എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ രാഷ്ട്രം ഇറാനാണ്.
അടുത്ത ഇറാഖാണ്, ഇങ്ങനെ. അപ്പൊ ഇത് വേറെ, അപ്പൊ ഇതൊക്കെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതുണ്ട്. അതായത് മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരാളെ വെറുക്കുന്നു, കാരണമില്ല. ഇസ്ലാമാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു മത വ്യവസ്ഥയെ എതിർക്കുന്നു, അതിനെ ഇസ്ലാമോഫോബിയ എന്ന് പറയാം. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാം ഇസ്ലാമോഫോബിയയുടെ കണക്കിൽ എഴുതിയാൽ പിന്നെ അവർക്ക് പരിഷ്കരണത്തിനോ വിമർശനത്തിനോ ചർച്ചയ്ക്കോ ഒന്നും പഴുതില്ല. അത് പറ്റില്ല. നമ്മൾ ജാതിയെ വിമർശിക്കുന്നു, ഇപ്പൊ പറയുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ അവർ പറയും അത് ഹിന്ദു മതത്തോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമല്ലോ. ഇപ്പൊ നമ്മൾ സതിയെ വിമർശിക്കുന്നു. സതി എന്ന് പറയുന്നത് ഭർത്താവിന്റെ ചെതയിൽ ചാടി ഭാര്യ മരിക്കണം എന്നുള്ള വ്യവസ്ഥയാണ്. അല്ലെങ്കിൽ നരബലിയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഐത്തത്തെ വിമർശിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെ സംബന്ധ വ്യവസ്ഥയെ വിമർശിക്കുന്നു. സംബന്ധ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു സ്ത്രീയിൽ തനിക്ക് കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനില്ല, അത് പറ്റില്ല എന്ന് നമ്മൾ പറയും. ഇതുപോലെ ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അനന്തരാവകാശം പുരുഷനും സ്ത്രീക്കും വ്യത്യാസമാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബാപ്പ മരിച്ചു, അയാളുടെ മക്കൾക്ക് ഓരി വെക്കാനുള്ള സ്വത്ത് 150 ഉറുപ്പ്യ എന്ന് വിചാരിച്ചു. ആ ഒരു മകനും മകളും ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും 75 ഓരി വെക്കുന്നു. അങ്ങനെയല്ല, 150 ഓരി വെക്കുക. 100 മകനും 50 മകൾക്കും. അപ്പൊ അതൊരു വിവേചനമാണ്, അത് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് കാര്യകാരണ ബന്ധത്തോടു കൂടിയാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വം എന്നൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. റൈറ്റ്? അപ്പൊ ഇത് നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ കാര്യം നടക്കൂല. അപ്പൊ ഇതെല്ലാം കൂട്ടി ഇസ്ലാമോഫോബിയ എന്ന് പറയും. മറുപടി പറയാനാണ് അത്. അപ്പോൾ അതായത് ഈ ഇപ്പൊ മുഖം മൂടുന്ന പർദ്ദ അത് അന്യായമായൊരു സാധനമാണ്. മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്നത് ഹിജാബല്ല. ഹിജാബ് എന്ന് പറയുന്നത് ശിരോവസ്ത്രമാണ്. മറ്റത് നിക്കാബാണ്. അതായത് ഈ ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവളെ ഈ കരിങ്കുപ്പായത്തിൽ കുഴിച്ചു മൂടുകയാണ്. മനസ്സിലായോ? ആ സ്ത്രീക്ക് വ്യക്തിത്വമില്ല, മുഖമില്ലല്ലോ. അപ്പൊ അവരിപ്പോ ഉദാഹരണം പറയാം, അവരൊരു ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നു, അവരാണോ വന്നതെന്ന് ഒരു ടീച്ചർക്ക് അറിയാൻ പറ്റില്ലല്ലോ. പറ്റും? അവർ പാസ്സായി, അവർക്കൊരു മെഡിക്കൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അവരുടെ താരം പോവും. അവർക്കൊരു വക്കീലായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അവർക്കൊരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം അവർക്ക് സാമൂഹിക ജീവിതമില്ല. അവർക്ക് അവരുടെ കുടുംബത്തിൽ, അപ്പോൾ അവരുടെ സാമൂഹിക ജീവിതം നിഷേധിക്കാനാണ് ഈ മുഖം മൂടുന്ന പർദ്ദ. അതിനാണ് ഈ നിക്കാബ് എന്ന് പറയുന്നത്. അത് അന്യായമാണ്, അത് നിരോധിക്കേണ്ടതാണ്. കാരണം അത് എന്നെ നിങ്ങളെയും ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിലിരിക്കുന്നു അല്ലെ ബസ്സിലിരിക്കുന്നു, അപ്പോൾ നിങ്ങളടുത്തിരിക്കുന്ന ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? അതൊരാൾ വേഷം മാറി ഒന്നാണെങ്കിലും ആൾ മാറാടുന്ന സൗകര്യം ഉണ്ടായില്ലേ? അപ്പോൾ സാർ ഇത് അംഗീകരിച്ചു, അത് കറക്റ്റ് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു മുഴുവനാക്കിയില്ല. അപ്പൊ ഈ നിക്കാബിനെ വിമർശിക്കുമ്പോൾ നിങ്ങളതിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പൗരാവകാശത്തിന്റെ പ്രശ്നമാണ്. സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ കേരളത്തിൽ 25 കൊല്ലം മുമ്പ് ഈ സാധനം ഇല്ലല്ലോ. 1400 കൊല്ലം ഇസ്ലാം മതം ഉണ്ടായിട്ട് 25 കൊല്ലം മുമ്പ് അത് വരുന്നത്. അപ്പൊ ഈ കാലം മുഴുവൻ എങ്ങനെ ജീവിച്ചവര്? ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഉണ്ട്. എല്ലാം ഇസ്ലാമോഫോബിയ എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. വലതുപക്ഷത്തിൻ്റെ ഒരു ടെൻഡൻസി, ഞാൻ ആഗോളതലത്തിലാണോ എന്ന് ചോദിച്ചത്, മൊത്തത്തിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി അതികഠിനമായ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നിന്നത് ഒരു ആഗോള കോൺടെക്സ്റ്റിലേക്ക് പോയാൽ ഇപ്പോഴും കഠിനമായ വംശീയത, നിറത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടറിനെ മുൻനിർത്തി കുറേ അപരന്മാരെ ഉൽപ്പാദിപ്പിക്കുക, ഐഡിയോളജിക്കൽ അതേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുക. ഈ ഐഡിയോളജിക്കൽ അതേഴ്സിനെ നിലംപരിശാക്കുക, അവരെ മനുഷ്യന്മാർ പോലും അല്ലാതെ ചിത്രീകരിക്കുക. ഒരു ജസ്റ്റ് എക്സാമ്പിൾ, നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ സാറത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികൾ ഓടിപ്പോവുകയാണ്, യുദ്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ BBC, CNN പോലെയുള്ള ആഗോള മാധ്യമങ്ങൾ, അതിൻ്റെ ന്യൂസ് ആങ്കേഴ്സ് വിളിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ലോകത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ വെളുത്ത് ചുവന്ന മനുഷ്യരാണ് ഇട്ടേച്ചോടുന്നത് വീടും പറമ്പും. ഇത് ഇറാഖിലെ അറബികളല്ല, അഫ്ഗാനിലെ മുസ്ലിങ്ങളല്ല, ഇത് യൂറോപ്യനാണ്. അപ്പോൾ അറബികളും അഫ്ഗാനികളും ഒക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. ഗാസക്കാരും മറ്റും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീങ്ങുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പക്ഷേ ഇത് വെളുത്തു ചുവന്ന യൂറോപ്യർക്ക് പറ്റാത്തതാണ് എന്ന ആ ബോധം തന്നെയാണ് ഇന്നും യൂറോപ്പിനെ നയിക്കുന്നത്, വലതുപക്ഷ യൂറോപ്പിനെ നയിക്കുന്നത്, വലതുപക്ഷ അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത്, റിപ്പബ്ലിക്കൻ പാർട്ടികളെ നയിക്കുന്നത്, ഇന്ത്യയിൽ അതിൻ്റെ ഇന്ത്യൻ പതിപ്പിനെയും നയിക്കുന്നത്. ഒരു വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്ലാമിലിപ്പോൾ അനന്തര സ്വത്ത്, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ്.
അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമിൽ വെച്ച് വേണം ഇത് മുഴുവനും വിശകലനം ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കുടുംബ സിസ്റ്റം രൂപം കൊള്ളുന്നത്? അത് പരസ്പരമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടമയാണ്, കടപ്പാടാണ്, പരസ്പരമുള്ള കർത്തവ്യബോധങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഈ പറയുന്ന അനന്തര സ്വത്ത് വീതം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് ഇസ്ലാമിൽ ഖിവാമ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സമൂഹത്തിൻ്റെ വലിയൊരു തെറ്റിദ്ധാരണ അവിടെ ഒരു പാട്രിയാർക്കി എന്ന് പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ്. മേധാവിത്വം എന്നുള്ള വാക്ക് നമ്മളവിടെ ഒഴിവാക്കിയാലും ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാട്, ഒരു ഫാമിലി ജീവിച്ചു പോകുമ്പോൾ ലളിതമായി പറഞ്ഞാൽ 2 മക്കളും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ യൂണിറ്റ്, അതിൽ മക്കളുടെയും കുടുംബത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്, പുരുഷനാണ് എന്നുള്ളതാണ്. ഭാര്യയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലെങ്കിലും മക്കൾക്ക് രോഗമായാൽ നിർബന്ധ ബാധ്യത ഭർത്താവിനാണ്. ഭാര്യയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഭാര്യയോട് ഇസ്ലാമിക സിസ്റ്റത്തിൽ ചോദ്യമില്ല, ഭർത്താവിനോടാണ് ചോദ്യം. അതിൻ്റെ ഒരു അറബി വേർഡാണ് വാസ്തവത്തിൽ ഖിവാമ എന്ന് പറയുന്നത്. അത് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ പ്രിവിലേജ് അല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു തല ഉള്ളത് കൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഈ അനന്തര സ്വത്തിൻ്റെ വകുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വകുപ്പ് നമുക്ക് കാണാം. അത് ഈ അനന്തര സ്വത്തിൻ്റെ അവിടെ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഘട്ടം മുതലേ വിശകലനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി നമുക്ക് നീക്കാം. മൊത്തം നമ്മൾ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും അനന്തര സ്വത്ത് എടുക്കുന്ന പരസ്പരം 2 അറ്റങ്ങളിൽ വരുന്ന കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ 34 കോണ്ടക്സ്റ്റുകളുണ്ട്. ഒരു കോണ്ടക്സ്റ്റ് മാത്രമല്ല. കാരണം സഹോദരൻ, അതേപോലെ ഭാര്യ ഭർത്താവ്, ഉപ്പ ഉമ്മ, മാതാവ് പിതാവ്, പിതാമഹൻ പിതാമഹി, സഹോദരൻ സഹോദരി, ഇത് മുഴുവനും നമ്മൾ പരിശോധനയിൽ 34 കോണ്ടക്സ്റ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും അക്കങ്ങൾ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. 34 കോണ്ടക്സ്റ്റിൽ 5 കോണ്ടക്സ്റ്റിലാണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി കിട്ടുന്നത്. 11 കോണ്ടക്സ്റ്റിൽ തുല്യമാണ്. 14 കോണ്ടക്സ്റ്റിൽ പുരുഷന് കുറവും സ്ത്രീക്ക് കൂടുതലുമാണ്. ബാക്കി കോണ്ടക്സ്റ്റുകളിൽ പുരുഷന് കിട്ടുന്നില്ല, സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ. ഇത് വീഡിയോയിൽ വരുമല്ലോ തീർച്ചയായും. അപ്പോൾ ഞാനിത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഇത്തരം മൊത്തം കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ ലിദ്ദക്കരി മിത്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് ഖുർആൻ്റെ ഒരു വചനം. പുരുഷന് 2 സ്ത്രീയുടെ തോത് ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ബേസിക് ലോ ആണത്, അടിസ്ഥാനപരമായ നിയമം അതാണ്. പക്ഷെ അതിനെ നമ്മൾ അതിൻ്റെ ഉപവകുപ്പുകളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ സഹോദരനും സഹോദരിയും മാത്രമാകുമ്പോൾ അങ്ങനെയാണ്, മകനും മകളും മാത്രമാകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേസമയം മറ്റു ആളുകളും കൂടി ചേർന്ന് വന്നിട്ട് പരസ്പരമുള്ള മൊത്തം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ 5 പുരുഷൻ ഇരട്ടി, സ്ത്രീക്ക് പകുതി, 11 ബറാബർ തുല്യം, 14 സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു, പുരുഷന് കുറയുന്നു, ബാക്കി ഇടങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ, പുരുഷന് കിട്ടുന്നില്ല. ഈ ചർച്ച മുഴുവനും ചെയ്യണം നമ്മൾ. ഏക സിവിൽ കോഡിൻ്റെ ചർച്ചയിൽ ഇതൊന്നും പ്രസക്തമല്ലെന്നറിയാം. അതേസമയം ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയെ കിട്ടുന്നുള്ളൂ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ, ദായക്രമം ചെയ്യുമ്പോൾ എന്ന ഒരു ആരോപണം മണ്ണറിയാതെ നടത്തുക എന്നുള്ളതാണ് വിമർശകരുടെ ഒരു പതിവ്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ അതിൻ്റെ വകുപ്പുകൾ ഇങ്ങനെ വിശാലമായി പോവുകയാണ്. ഒരു മോദി ഭക്തനാണോ? അല്ലല്ല, ഞാനിപ്പോൾ നരേന്ദ്രമോദിജിയുടെ NRC-CAA ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ്. ഞാൻ NRC-CAA-ക്കെതിരെ ഒരു ദിവസം നമ്മുടെ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചിട്ട് ഞാനടക്കം വർക്ക് ചെയ്യുന്ന ഹിന്ദു സംഘടനയിൽ നിന്ന് 1-2 വർഷം സസ്പെൻഷൻ കിട്ടിയ വ്യക്തിയാണ്. ഞാൻ അന്നേ പറയുന്നുണ്ട് NRC-CAA തെറ്റാണ്, വെറുതെ മുസ്ലിങ്ങളെ ഇൻസെക്യൂരിറ്റി അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയും പാകിസ്ഥാനി ഹിന്ദുക്കളെക്കാൾ പ്രധാനം ഇന്ത്യൻ മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും ആ നിലപാടിന് ഞാൻ അയ്യപ്പധർമ്മ സേനയിൽ നിന്ന് ഏകദേശം 1.5 വർഷത്തോളം എന്നെ സസ്പെൻഡ് ചെയ്ത് കുറച്ചു കാലം മുമ്പാണ് തിരിച്ചു വന്നത്. അതിൻ്റെ ഒരു പ്രശ്നം അങ്ങേക്ക് ഇത് പറഞ്ഞാലേ അതിൻ്റെ കോറ് മനസ്സിലാവും. എന്താണ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ പറയപ്പെടാത്ത കോറാണ്. ഞാനിതൊരു 16-17 വർഷം ഓൺ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം എടുത്ത് പറയാം. ഈ റൈറ്റ് വിങ്ങിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് പറയാം. യോഗി ആദിത്യനാഥിൻ്റെ നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് 2017 ഒക്ടോബർ 3-ന് 2 ബ്രാഹ്മണ പിള്ളേരെ അറസ്റ്റ് ചെയ്തു.
അവരുടെ പേര് രാം തിവാരി മംഗൾ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ഗാന്ധി ജയന്തിയുടെ അടുത്ത ദിവസം, ഒരു മുഹറത്തിന്റെ തലേ ദിവസം, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു പശുവിനെ ഇവർ സ്വന്തമായി അടിച്ചു മാറ്റി കൊണ്ടുപോയി തലവെട്ടി വഴിയിലിട്ടു. അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് വരുത്തി കലാപത്തിന് ശ്രമിച്ചു. ഇങ്ങനെയാണ് വയറിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇവർ കലാപത്തിന് ശ്രമിക്കുകയും യോഗി ആദിത്യനാഥിന്റെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് കേൾക്കുന്ന BJP RSS അനുഭാവികളുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് എടുത്തു പറയുന്നത് മോദിജിയെ പോലെ സോഫ്റ്റ് അല്ല, കുറച്ച് തീവ്ര ഹിന്ദുത്വവാദിയാണ്, കുറച്ച് സോഫ്റ്റ് അല്ലാത്ത സോക്കോൾഡ് മതേതരനോ മതസൗഹാർദ്ദവാദിയോ അല്ല. ഈ മനുഷ്യന്റെ പോലീസാണ് ഈ 2 ബ്രാഹ്മണ പിള്ളേരെ അറസ്റ്റ് ചെയ്തത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായി തുടരുന്ന പരിപാടിയാണ്. ഇത് ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ട്. ഇത് ഹിന്ദു മനസ്സിൻ്റെ, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അപ്പർ കാസ്റ്റ്, മുന്നോക്ക ജാതിയിലെ അല്ലെങ്കിൽ ബ്രാഹ്മണ മനസ്സിൻ്റെ ആത്മീയ ശൂന്യതയാണ്. അതായത് ഇവർക്ക് എപ്പോഴും ഒരു അപരനെ വേണം, ഒരു ശത്രുവിനെ വേണം, ഒരു അതറ് വേണം. ഞാൻ ഈ അടുത്ത പറയാൻ പോകുന്ന കുറച്ച് കൺസർവേറ്റീവ് ഹിന്ദുക്കൾക്ക് വിഷമം ഉണ്ടാകും, എന്നാലും കുഴപ്പമില്ല, പറയണമെന്നുള്ളതുകൊണ്ട്, അതായത് ആ സത്യം അറിയണം എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. നമ്മുടെ ചില പുരാണങ്ങളെങ്കിലും, പല പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, അമർചിത്രകഥയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല ഭംഗിയുള്ള കാട്, 2-3 സോക്കോൾഡ് സന്യാസിമാരും സോക്കോൾഡ് പൂജാരിമാരും അങ്ങോട്ട് പോകും. സോക്കോൾഡ് എന്ന് പറയാനുള്ള കാരണം 99% പൂജാരിമാർ നല്ലതാണ്, 99% സന്യാസിമാരും നല്ലതാണ്, 1% പ്രശ്നം. ആ 1% എടുത്താൽ ഈ 1% കാട്ടിലേക്ക് പോകും. നോക്കൂ എത്ര മനോഹരമായ കാട്, നമുക്കിവിടെ ഒരു ഹോമം കഴിക്കാം, പൂജ കഴിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ പർണശാല കെട്ടും, പൂജ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അസുരന്മാർ ഇവരെ ആക്രമിക്കാൻ വരും. അസുരന്മാരെ ആക്രമിക്കാൻ വരുമ്പം ഇവർ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. രാജൻ, നമ്മുടെ ധർമ്മത്തിന് എതിരായി അവർ പ്രവർത്തിക്കുന്നു, നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറയും. രാജാവ് നേരെ അവിടെ ചെല്ലും, അവരെ അടിച്ചോടിക്കും, ഇവർ വീണ്ടും പൂജ കഴിക്കും. ഇതെന്താ സംഭവം എന്നറിയാമോ? ലാൻഡ് ഗ്രാബിംഗ് ആണ്. ഇവർ പാവപ്പെട്ട ആദിവാസികളുടെ, പാവപ്പെട്ട പണ്ടത്തെ ദളിതന്മാരുടെ, ഹരിജനന്മാരുടെ സ്ഥലത്ത് പോവും, അല്ലെങ്കിൽ കാട്ടുവാസികളുടെ സ്ഥലത്ത് പോവും. ഈ സ്ഥലം ലാൻഡ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഇവിടെ പർണശാല അടിക്കും, നമുക്കിവിടെ പൂജ കഴിക്കാമെന്ന് പറയും. അപ്പോൾ അവരുടെ സ്ഥലമായിട്ടാണ്, അവർക്ക് പൂജയോട് ദേഷ്യം ഉണ്ടായിട്ടോ ഹോമത്തോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല, അവരുടെ സ്ഥലത്ത് കയ്യേറി ഇവർ പൂജ കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ഹോമം നടത്തുകയാണ്, അല്ലെങ്കിൽ ഇവർ അവിടെ പരിപാടി നടത്തുകയാണ്. അപ്പോൾ അവരും ഒന്ന് ചോദിക്കുമ്പോൾ കണ്ടു അവന്മാരെല്ലാം അസുരന്മാരാണ്, നമ്മളെ ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞ് രാജാവുമാരോട് വരും. ഇത് പണ്ടല്ല, ഇന്നും തുടരുന്ന പരിപാടിയാണ്. ഇതാണ് ഭീമാ കൊറേഗാവിൽ നമ്മൾ കണ്ടത്. 2 തീവ്ര ഹിന്ദുത്വ നേതാക്കളാണ് ഭീമാ കൊറേഗാവിൽ കലാപം തുടങ്ങുന്നത്. അവസാനം അവരൂരിപ്പോവും. ഇവർ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേവീന്ദർ സിംഗിന്റെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാ ഇന്ത്യക്കാരനും വായിക്കേണ്ടതാണ്. ദേവീന്ദർ സിംഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ ഒരു പോലീസുകാരനാണ്. ഇയാളെ 2 വർഷം മുമ്പ്, കൃത്യം ഡേറ്റ് ഞാൻ മറന്നുപോയി, ജമ്മു കാശ്മീർ പോലീസ് പിടിച്ചു. എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇയാൾ ഡൽഹിയിലേക്ക് 2 തീവ്രവാദികളെ, ഇയാളും 2 തീവ്രവാദികളോട് ഡൽഹിയിലേക്ക് പോവായിരുന്നു. എന്താ കാരണം? ഡൽഹി ഇലക്ഷന്റെ സമയമാണ്. ഈ തീവ്രവാദികളെ പോകേണ്ട ഗുണം എന്താ? തീവ്രവാദികൾക്ക് തീവ്രവാദം നടത്തിയെന്നെ സന്തോഷം. അവിടെ ചെന്ന് ഒരു 10 ഹിന്ദുക്കളെ കൊല്ലുകയാണെങ്കിൽ ഭയങ്കര ഗുണമാണ്, ഇലക്ഷൻ സ്വിങ്. കണ്ടോ, തീവ്രവാദി ആക്രമണം വന്നു. ഈ യഥാർത്ഥത്തിൽ ഈ മാടമ്പള്ളി ഇല്ലത്തെ നാഗവല്ലി ഈ നാട്ടിലെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ല, ഈ നാട്ടിലെ തീവ്ര ബ്രാഹ്മണിക്കൽ വാദിയുടെ ഉള്ളിൽ നിന്നാണ് ഈ പ്രശ്നം. ഞാനത് ഒന്നുകൂടെ പറയാൻ കൺവിൻസ്ഡ് ആവും. 2 BJP അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പടർന്നു പരത്തുന്ന ഇസ്ലാമോഫോബിയയ്ക്ക് നസ്രാണികൾ അറിഞ്ഞോ അറിയാതെയോ അത് ആ കെണിയിലേക്ക് വീണു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാക്കിയാണ് അത് ചെയ്യുന്നത്. ഇപ്പം ലവ് ജിഹാദ് എന്ന് പറയുന്ന തെറ്റായ പ്രകടനം ഉണ്ടാകുന്നത്. എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. അത് പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് ഇതൊന്നും നോക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആളിനെ അവർ കല്യാണം കഴിക്കുന്നത്, അതിൻ്റെ ജാതിയൊന്നുമല്ല. പക്ഷേ ഇസ്ലാമിലെ ഒരാളെ കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ 1-2 പ്രശ്നങ്ങളെ മുൻനിർത്തി അതിനെ പർവ്വതീകരിച്ച് ഒരു വലിയ ചിത്രം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി എന്തോ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, അവിടേക്ക് പോയി, സിറിയയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത്, അത് എത്ര ശതമാനമാണെന്ന് നമ്മൾ ആലോചിക്കണം. അതിലപ്പുറത്തേക്ക് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണം കഴിച്ച ആൾക്കാർ ഇവിടെ മനോഹരമായി സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം. 2 ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ശ്രീലങ്കയിൽ ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഉണ്ടായ ഒരു സ്ഫോടനം, അത് തീർച്ചയായിട്ടും ഒരു ഇസ്ലാം തീവ്രവാദിയാണ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് വെച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, കേരളത്തിൽ നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മതസൗഹാർദ്ദ ഇടങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ അജണ്ട.